കേരളത്തിന്റെ മാച്ച് ലൈവ് കാണാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ കമന്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്ത നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ മെസ്സേജ് ചെയ്യുക. രഞ്ജി ട്രോഫി ഫൈനൽ ആവേശകരമായ അന്ത്യത്തിലേക്ക്. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ കേരളം 317 റൺസിന് 6 വിക്കറ്റ് എന്ന നിലയിലാണ്. ക്യാപ്റ്റൻ സച്ചിൻ ബേബി 92, ജലസ് സക്സേന 20 എന്നിവരാണ് ക്രീസിൽ. കേരളത്തിന് ഇനി ലീഡ് നേടാൻ 62 റൺസ് കൂടി വേണം. ഇന്ന് ആദിത്യ സർവാദെ, ഫോമിലുള്ള സൽമാൻ നിസാർ, മുഹമ്മദ് അസ്റുദ്ദീൻ എന്നിവരുടെ വിക്കറ്റുകളാണ് മൂന്നാം ദിനം കേരളത്തിന് നഷ്ടമായത്. 3 വിക്കറ്റ് നഷ്ടത്തിൽ 130 റൺസ് നിലയിൽ മൂന്നാം ദിനം ബാറ്റിംഗ് ആരംഭിച്ച കേരളത്തിന് സ്കോർ 107 നിലയ്ക്ക് എത്തിയപ്പോഴാണ് സർവാദെ നഷ്ടമായത്. 79 റൺസാണ് താരം അടിച്ചെടുത്തത്. പിന്നാലെ 219 നിലയ്ക്ക് സൽമാൻ നിസാറിനെയും ടീമിന് നഷ്ടമായി. ഹർഷ് ദൂബെയുടെ പന്തിൽ ടേൺ മനസ്സിലാക്കാൻ സാധിക്കാതെ പാടുകൊണ്ട് പ്രതിരോധിക്കാൻ ശ്രമിച്ച സൽമാന്റെ കണക്കൂട്ടൽ തെറ്റുകയായിരുന്നു. LBW അപ്പീലിൽ അമ്പയറുടെ വിരലുയർന്നു. സൽമാൻ റിവ്യൂ എടുത്തെങ്കിലും ഫലമുണ്ടായില്ല. സച്ചിൻ സൽമാൻ കൂട്ടുകെട്ട് 49 റൺസാണ് അടിച്ചെടുത്തത്. 6ാം വിക്കറ്റിൽ സച്ചിൻ ബേബിക്കൊപ്പം 59 റൺസിന്റെ കൂട്ടുകെട്ടാണ് മുഹമ്മദ് അസ്റുദ്ദീൻ നേടിയത്. 34 റൺസ് എടുത്ത താരത്തെ ദർശൻ നാൽക്കൊണ്ടേ വിക്കറ്റിന് മുന്നിൽ കൊടുക്കുകയായിരുന്നു. അസ്റുദ്ദീൻ റിവ്യൂ എടുത്തെങ്കിലും അമ്പയർസ് കോൾ കേരളത്തിന് വിനയായി. അമ്പയറും കമന്റേറ്ററും വിദർഭയ്ക്ക് അനുകൂലമായി പ്രതികരിക്കുന്നുവെന്ന് ഇപ്പോൾ തന്നെ ചർച്ചാ വിഷയമായിട്ടുണ്ട്. അസ്റുദ്ദീൻ അമ്പയറുടെ തീരുമാനത്തെ ചോദ്യം ചെയ്യുന്നതും വീഡിയോയിൽ കാണാവുന്നതായിരുന്നു. ഇതുപോലുള്ള പുതിയ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക.